ഗൾഫ് മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ അവിടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനുമേൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്കയും ഇസ്രായേലും. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാൻ നഗരങ്ങളിൽ വ്യാപക ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനനിൽ ലക്ഷത്തിനുമേൽ ആളുകൾ അഭയാർത്ഥികളായി. അതിനിടെ സൗദിയിലേക്ക് എത്തിയ 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു. റിയാദ് അൽ ഖർജിലെ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അത് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ്. ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ആക്രമണം. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അത് ഗൾഫ് മേഖലയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. സൗദിയിലേക്കടക്കം മിസൈലുകൾ അയച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ രാവിലെയുമായിട്ട് അത്തരം വലിയ ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നാസർ? താരതമ്യേന വളരെ കുറഞ്ഞ തോതിലുള്ള ആക്രമണങ്ങൾ മാത്രമാണ് പിന്നിട്ട് 24 മണിക്കൂറിലുണ്ടായി. മിക്ക രാജ്യങ്ങളും ഏറെക്കുറെ സമാധാനപരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ പിന്നിട്ട് 24 മണിക്കൂറായി കടന്നു പോകുന്നത്. ഇപ്പോൾ സൗദിയിലെ ഈ 3 ആക്രമണങ്ങൾ മാറ്റി നിർത്തിയാൽ അത് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ നടന്നതായിട്ടോ അതിനെ പ്രതിരോധിച്ചതായിട്ടോ ഉള്ള റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖത്തർ എംബസിയുടെ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റുന്നത് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മാത്രമാണ്. ഏതെങ്കിലും ഒരു ആക്രമണ സാധ്യത ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇപ്പോൾ കുവൈത്തിൽ ഇന്നലെ രാത്രിയൊക്കെ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് വന്നിരുന്നു മുബാറക്ക് പോർട്ടിൽ ഒരു ആക്രമണ സംഭവം ഉണ്ടായി എന്നൊക്കെ. പക്ഷേ അത് പൂർണ്ണമായിട്ടും കുവൈത്ത് അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ്. കുവൈത്ത് ജലാതിർത്തിക്ക് പുറത്ത് ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്ന വിവരമാണ് അത് കുവൈത്തിൽ നടന്നു എന്ന അർത്ഥത്തിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകിയത്. അങ്ങനെ ഒരു സംഭവം മുബാറക്ക് പോർട്ടുമായി ബന്ധപ്പെട്ടില്ല എന്ന് കുവൈത്ത് അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ചൊക്കെ എന്തൊക്കെ പിന്നെ മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊരു നിലക്കുള്ള ഇപ്പോൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു ആക്രമണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അതിലും ഈ പ്രതിസന്ധി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഖത്തർ സ്വാഭാവികമായിട്ടും തങ്ങളുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇറാനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ പരമാധികാര രാജ്യം എന്ന നിലയ്ക്ക് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ഒരു നിലയ്ക്ക് ന്യായീകരിക്കാനാവില്ല. അപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇത് തങ്ങൾ നടത്തുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കും അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും എതിരെയാണെന്ന്. പക്ഷേ ആ വാദം ഖത്തർ നിരാകരിക്കുകയാണ്. കാരണം ഖത്തറിന്റെ എയർപോർട്ടിന് നേരെ, അതോടൊപ്പം തന്നെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ, സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഒക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പറയുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാന് ഖത്തർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ചൈനയിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘത്തെ ഗൾഫ് മേഖലയിലേക്ക് അയക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അത് ചൈനയോട് കൂടി താല്പര്യമാണ്. ആ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി പരിഹാരത്തിനുള്ള ഒരു നീക്കം ചൈന ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രതിനിധി സംഘം ഉടൻ തന്നെ UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു നയതന്ത്ര സമ്മർദ്ദം രൂപപ്പെടുത്താനും ആ സമ്മർദ്ദത്തോട് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയെയും പരമാവധി ആ ഒരു അനുനയത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ചൈന ആരായുന്നത്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് ഇറാനുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്നലെ ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ തുർക്കിയുടെ ആകാശത്ത് വെച്ച് നാറ്റോ വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി. ഇതിലുള്ളൊരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ ഇറാനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സങ്കീർണമായിട്ടുള്ള ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കി അതിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്.